പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. കർത്താവായ ദൈവമേ, സ്വർഗീയ പിതാവേ, അങ്ങേ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു, ആരാധിക്കുന്നു. ത്രിയേക ദൈവത്തെ വാഴ്ത്തുന്നു. ഈശോനാഥ, ഇന്ന് ഞങ്ങൾക്കൊരു പകൽക്കാലം ദൈവം തന്ന് അനുഗ്രഹിച്ച കൃപയ്ക്കായി നന്ദി പറയുന്നു. ഇന്ന് ഞങ്ങൾക്ക് ആവശ്യമായ സകല നന്മകളും തന്ന് അനുഗ്രഹിച്ചതിനായി നന്ദി പറയുന്നു. ഈ രാത്രിയുടെ യാമം വരെ ഞങ്ങളെ കാത്തു പരിപാലിച്ചതിനായി സ്തോത്രം ചെയ്യുന്നു. ഈശോനാഥ, ഇതാ ഞങ്ങൾ ഉറങ്ങുവാൻ പോകുന്നു. നല്ല ഉറക്കം തന്ന് അനുഗ്രഹിക്കണമേ. ഒരു ദുർസ്വപ്നവും കാണാൻ ഇടവരാതെ വണ്ണം കാത്തിടണമേ. ഒരു അന്ധകാര ശക്തികളോ പൈശാചിക തന്ത്രങ്ങളോ വിഷജന്തുക്കളോ ഒരു പ്രാണികളോ ഞങ്ങളെ ആരെയും അടുത്തുകൂടുവാനോ ഉപദ്രവിപ്പാനോ ഇടവരാതെ വണ്ണം കർത്താവിൻ്റെ സംരക്ഷണത്താൽ ഞങ്ങളെ എല്ലാവരെയും കാത്തിടണമേ. ഒരു കള്ളന്മാരോ അക്രമികളോ ഞങ്ങളുടെ ഭവനങ്ങളിലോ കാമ്പൗണ്ടുകളിലോ കടന്നുകൂടുവാൻ ഇടവരാതെ വണ്ണം മാലാഖമാരാൽ കോട്ട കെട്ടി കാവലേർപ്പെടുത്തണം നാഥാ. ഇന്ന് അറിഞ്ഞോ അറിയാതെയോ എന്തെങ്കിലും പാപം ഞങ്ങൾ ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ അവിടുന്ന് ഞങ്ങൾക്കായി ഒഴുക്കിയ തിരുജലത്താൽ കഴുകി വിശുദ്ധീകരിക്കണമേ. ഈ രാത്രിയിൽ ഞങ്ങളെ ആരെങ്കിലും ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുകയാണെങ്കിൽ വിശുദ്ധിയുള്ളവരാക്കി മാറ്റണമേ. കർത്താവേ, ഇന്ന് ഈ ഭൂമിയിൽ ഞങ്ങളെ ഏൽപ്പിച്ച ജോലി പൂർത്തിയാക്കി. ആകയാൽ ഇന്ന് പിതാവിൻ്റെ പക്കൽ ഞങ്ങളെ മഹത്വപ്പെടുത്തണമേ. നമുക്കൊരു തിരുവചനം വായിച്ച് കിടക്കയിലിരുന്ന് 5 മിനിറ്റ് ധ്യാനിച്ച് ഉണർന്ന സമയം മുതൽ ഉറങ്ങാൻ പോകുന്ന സമയം വരെയും ഈശോ നടത്തിയ കൃപകളും അനുഗ്രഹങ്ങളും എല്ലാം ഓർത്ത് ഈശോയ്ക്ക് നന്ദി പറയാം. നാളെ ദൈവം നമുക്ക് നല്ലൊരു ദിവസം തരുന്നതിനായും ദൈവകൃപയിൽ നടത്തുന്നതിനായും പ്രാർത്ഥിച്ചിട്ട് കിടക്കാം. നാളെ ദിവ്യബലി അർപ്പകരാകാൻ ഈശോ നമ്മെ ഓരോരുത്തരെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. യാക്കോബ് ശ്ലീഹ എഴുതിയ ലേഖനത്തിൽ നിന്നും 3-ാം അധ്യായം. എൻ്റെ സഹോദരരെ, നിങ്ങളിൽ അധികം പേർ പ്രബോധരാകാൻ തുനിയരുത്. എന്തെന്നാൽ കൂടുതൽ കർശനമായ വിധിക്ക് നാം അർഹരാകുമെന്ന് മനസ്സിലാക്കുവിൻ. നാം എല്ലാവരും പല വിധത്തിൽ തെറ്റ് ചെയ്യുന്നു. സംസാരത്തിൽ തെറ്റുവരുത്താത്ത ഏവനും പൂർണ്ണനാണ്. തൻ്റെ ശരീരത്തെ മുഴുവൻ നിയന്ത്രിക്കാൻ അവന് കഴിയും. നമ്മെ അനുസരിക്കുന്നതിന് വേണ്ടി കുതിരയുടെ വായിൽ കടിഞ്ഞാൺ ഇടുമ്പോൾ അതിൻ്റെ ശരീരം മുഴുവനായും നാം നിയന്ത്രിക്കുകയാണ് ചെയ്യുന്നത്. വളരെ വലുതും ശക്തമായ കാറ്റിനാൽ പായിക്കപ്പെടുന്നതുമായ കപ്പലുകളെ നോക്കുവിൻ. വളരെ ചെറിയ ചുക്കാൻ ഉപയോഗിച്ച് ആഗ്രഹിക്കുന്ന സ്ഥലത്തേക്ക് കപ്പിത്താൻ അതിനെ നയിക്കുന്നു. അതുപോലെ നാവ് വളരെ ചെറിയ അവയവമാണ്, എങ്കിലും അത് വൻപ് പറയുന്നു. ചെറിയ ഒരു തീപ്പൊരി എത്ര വലിയ വനത്തെയാണ് ചാമ്പലാക്കുക. ഇന്ന് 5 വാക്യങ്ങളാണ് വായിച്ചത്. ഈ 5 വാക്യങ്ങൾ ഓർത്ത് ധ്യാനിച്ച് ഈശോയോട് പ്രാർത്ഥിച്ച് കിടക്കാം. ആമേൻ.